പഴം പിടിച്ചുള്ള എൻ്റെ ഡാൻസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാനിന്ന് പഴം വെച്ചുള്ള എന്തോ ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. പഴം കൊണ്ടുള്ള ഉന്നക്കായാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഞാൻ പഴം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് ആവിയിലൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പഴം വെന്ത് വരുമ്പോഴേക്കും ഒരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് തേങ്ങയും കശുവണ്ടിയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ഇട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പഴം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇനി അത് ഒരു പാത്രം വെച്ചിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട് അതൊന്ന് ഞെരടി എടുക്കാം. പഴം നമ്മൾ ഉടച്ചെടുക്കുമ്പോൾ പഴത്തിൻ്റെ ഉള്ളിൽ ഒരു കുരു പോലത്തെ സാധനം ഉണ്ടാവില്ലേ, അതിങ്ങനെ വേറിട്ട് വരും കേട്ടോ. അപ്പോൾ അതൊന്നെടുത്ത് മാറ്റാം. പഴം നല്ലപോലെ ഉടച്ചെടുത്തതിന് ശേഷം ഞാൻ കയ്യിൽ കുറച്ച് നെയ്യ് തൂവിയിട്ടേ കയ്യിൽ അതൊന്ന് വെച്ച് പരത്തിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ പരത്തിയതിൻ്റെ ഉള്ളിൽ നമ്മൾ തേങ്ങയും കശുവണ്ടിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുകയാണ്. ഞാൻ ആ പഴം മുഴുവനും റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തിളച്ച എണ്ണയിൽ അതൊന്ന് ഇട്ടിട്ട് തിരിച്ചു മറിച്ചു ഒന്ന് വേവിച്ചെടുക്കാം. കൈ ഉണ്ടാക്കാനായിട്ടേ ഒരുപാട് പഴുത്ത പഴം എടുക്കരുത് കേട്ടോ. നമ്മൾ ഒരു മീഡിയം പഴുപ്പായ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പാകത്തിനുള്ള ഒരു പഴം എടുക്കാനേ പാടുള്ളേ. ഒരുപാട് പഴുത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷേപ്പിൽ ഉന്നക്കായ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റൂല. നേന്ത്രപ്പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക കേട്ടോ. എന്തായാലും കുട്ടികൾക്ക് ഇത് ഇഷ്ടാവും. വളരെ സിമ്പിളും ഹെൽത്തിയും ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.